ശ്രീമദ് ഭാഗവതം ക്ലാസ് 143 ഏഴാമത്തെ സ്കന്ധമായിട്ട് സ്കന്ധത്തിൽ ഇന്ന് അഞ്ചാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഇത് പ്രഹ്ലാദ വധാർത്ഥം ഹിരണ്യകശുവിൻ്റെ വിഫല ശ്രമങ്ങളാണ്. പ്രഹ്ലാദന് സ്വന്തം മകനെ വധിക്കാൻ വേണ്ടിയിട്ട് ഹിരണ്യകശിപു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്കറിയാം, ഇത് പ്രപഞ്ച സൃഷ്ടി ക്രമത്തിൽ വിവരിക്കുകയാണ്. ഭാഗവതത്തിലും ചെയ്യുന്നത് ആ ക്രമത്തിൽ വിവരിക്കുകയാണ്. അപ്പം നമ്മൾ കണ്ട എന്താണ് കഴിഞ്ഞതിൽ? ആറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺ ചുറ്റുന്നുണ്ട്. ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് ഗോളങ്ങളായിട്ടുണ്ട്. ഗോളങ്ങളിൽ സൂര്യനെ നടുവിൽ വെച്ചിട്ട് ഭൂമിയെ അതിൻ്റെ ഭ്രമണപഥത്തിൽ എടുത്തു വെച്ചു. ഭൂമിയെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ, അതിങ്ങനെ ചുറ്റാൻ തുടങ്ങിയിട്ടില്ല. അടുത്ത സ്റ്റേജിലാണ് ചുറ്റൽ. അപ്പം ചുറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പ്രഹ്ലാദന്റെ കഥയിലൂടെ പറയാൻ പോകുന്നത്. അപ്പം അതിൻ്റെ പിന്നിലെ സയൻസ് പണ്ട് ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ വിസ്തരിച്ച് പറഞ്ഞതാണ്. എന്നാലും ഭാഗവതത്തിൽ ഇവിടെ പറയുമ്പോൾ അത് വ്യക്തമായിട്ട് വിസ്തരിച്ചിട്ട് സയൻസിലൂടെ തന്നെ ഈ ഹിരണ്യകശിപിനെ വധിക്കുന്ന ആ സമയത്തുള്ള ആ സംഭവങ്ങൾ വെച്ചുകൊണ്ട് പറയാം. അപ്പം ഇതിൽ വരുന്നത് അതൊന്നുമല്ല, പ്രഹ്ലാദന്റെ സ്വഭാവ വിശേഷങ്ങളെല്ലാം പറയുന്നത്. ആ പ്രഹ്ലാദന്റെ സ്വഭാവ വിശേഷങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവരെ, അതായത് ആത്മീയതയിലേക്ക് പോകുന്നവരുടെ ലക്ഷണമാണ്. അത് ആർക്കാണ് അർഹതപ്പെട്ടത്? നമ്മൾ ഈ ധരിക്കുന്ന മാതിരി ഒന്നും അല്ല ഈ ആത്മീയതയുള്ളത്. നമുക്ക് രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നിക്കൽ ഭൗതിക ലോകത്തിൽ പോവുക, അല്ലെങ്കിൽ ആത്മീയതയുടെ പിന്നിൽ പോവുക. ഭൗതികതയുടെ പിന്നിൽ പോകുന്നവന് യഥാർത്ഥത്തിൽ ആരാണെന്ന് വെച്ചാൽ, ഇവിടെ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഓരോ കർമ്മങ്ങൾ ചെയ്യാനാണ്. അപ്പോൾ അവര് ഈ ഭൗതിക ലോകത്തിൽ കർമ്മങ്ങൾ ചെയ്തിട്ട്, ഈ മായാലോകത്തിൽ കർമ്മങ്ങൾ ചെയ്തിട്ട് സുഖദുഃഖം അനുഭവിച്ചിട്ട് അങ്ങനെ പോകും, ജനിക്കും മരിക്കും. ആരുടെ കർമ്മം തീരുന്നുവോ, അപ്പം ജനിക്കും മരിക്കും, അടുത്ത യുഗത്തിൽ ജനിക്കും മരിക്കും, അങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോകും. എപ്പോഴവൻ്റെ കർമ്മം തീരുന്നുവോ അപ്പോഴാണ് അവന് വിരക്തി ഉണ്ടാവുന്നത്. എങ്ങനെയാണ് നമ്മളെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത്? നമ്മൾ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കും. അപ്പം എനിക്ക് എന്ന ചിന്തയുണ്ടാകും. എന്നിട്ട് നമ്മളൊരാഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. എന്താണോ നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ടത് അതിലൊരാഗ്രഹം ഉണ്ടാകും. അതിൻ്റെ പിന്നാലെ പെണ്ണ് കെട്ടാലായാലും വേണ്ടിയില്ല, കുട്ടികളുണ്ടായാലും വേണ്ടിയില്ല, എന്തിൻ്റെ പിന്നാലെ ആയാലും നമ്മൾ പിന്നെ അതിൻ്റെ അർത്ഥം പിന്നാലെ പോകും. അങ്ങനെയാണ് ലോകം പുരോഗമിക്കുന്നത്. പക്ഷേ കർമ്മം തീർന്നാൽ ഇനി ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും കർമ്മമില്ലെങ്കിൽ നമ്മൾ പിന്നെ ഞാനെന്ന ചിന്ത ഉണ്ടാക്കില്ല, ആഗ്രഹങ്ങളും ഉണ്ടാക്കില്ല. അപ്പോൾ നമുക്ക് ഈ ലോകം മടുക്കും, വിരക്തി വരും. ഇതിനെ ഉപേക്ഷിച്ച്, കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ച്, ഉടുതുണിയണം ഉപേക്ഷിച്ച്, ഒരു ഭ്രാന്തനെ പോലെ ബ്രഹ്മമേ ശരണം എന്ന് വെച്ച് എവിടെയെങ്കിലും പോയിരുന്നിട്ട് ആ ആത്മാവ്, ജീവാത്മാവ് പരമാത്മാവിൽ പോയി ലയിക്കും. ഇതാണ് ആത്മീയത വഴി. അല്ലാതെ ഇതിൻ്റെ നടുവിലൊരു പരിപാടി ഇല്ല. നമ്മളെല്ലാം ഭൗതികവാദികളാണ്. ഉള്ള ജോലി ചെയ്തിട്ട് ആ ശക്തിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്നുള്ള ചിന്തയിൽ ചെയ്തു. ഇത് ആത്മീയ ജീവിതം. ഈ കാര്യമാണ് പല കഥകളിലൂടെ ഇങ്ങനെ പറഞ്ഞു വരുന്ന. ഭാഗവതം തുറന്നു കഴിഞ്ഞാൽ നേരത്തെ വേദങ്ങളിലൊന്നും ഇങ്ങനെ കാണുന്നില്ല. വേദങ്ങളിലെ സയൻസാണ് പറഞ്ഞു പോകുന്നത്. കാരണം അതിൻ്റെ സയൻസ് പുസ്തകമാണ്. ഈ ആത്മീയതയെ പറ്റി പറയുന്നത് ഉപനിഷത്തിലും പുരാണ കഥകളിലാണ്. പുരാണ കഥകളിൽ, മറ്റുള്ള പുരാണ കഥകളിൽ സയൻസ് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഭാഗവതത്തിലെത്തുമ്പോൾ ഈ ഒരു ഈശ്വരൻ, ഇതാണ് ഈശ്വരൻ, നിർഗുണമായ ഏകമായ ബ്രഹ്മം, അതിൽ പോയി ലയിക്കുന്നത്. അതിൻ്റെ പറ്റിയുള്ള കാര്യം പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എങ്കിലും ഇവന്മാരുടെ തലയിൽ കയറുന്നുണ്ടെങ്കിൽ കയറിക്കൊട്ടെ എന്ന ഉദ്ദേശം വെച്ചാണ് പറയുന്നത്. അപ്പം ഇവിടെയും പ്രഹ്ലാദൻ എന്ന് പറയുന്നത് ബ്രഹ്മസാക്ഷാത്കാരം, അവൻ്റെ ജോലിയെല്ലാം തീർന്നു, അവന് വേറെ കർമ്മങ്ങളൊന്നുമില്ല.
അവനിന് ബ്രഹ്മത്തിൽ പോയി ലയിക്കുക. അപ്പൊ അവന്റെ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് പറഞ്ഞു തരികയാണ്. അപ്പൊ നമുക്കൊന്നില് ശ്രീനാരദൻ പറയുകയാണ്, നാരദൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാല്, വിജ്ഞാനാദി സമ്പന്നമായ എല്ലാ ജ്ഞാനങ്ങളുടെയും വിജ്ഞാനങ്ങളുടെയും എല്ലാം തികഞ്ഞ ശുക്ര മഹർഷി അവസരന്മാരുടെ പുരോഹിതനായിരുന്നു. അപ്പൊ ശുക്രൻ എന്ന് പറയുന്നത് ശുക്ര ഗ്രഹമായിട്ട് കാണണം. ശുക്രദശ എന്നെല്ലാം കേട്ടിട്ടില്ല. എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഭൗതികതയിലെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഒരു ഗ്രഹമായിട്ട് ശുക്രദശ അല്ലെങ്കിൽ ശുക്രനെ കാണണം. അപ്പൊ ആ ഗ്രഹത്തിന്റെ പ്രേരക ശക്തിയാലാണ് നമ്മളില് ഈ ഗുണങ്ങളെല്ലാം വന്നു ചേരുന്നതും ഇല്ലാതാകുന്നതുമെല്ലാം. അപ്പൊ അങ്ങനെയുള്ള ആ ഗ്രഹത്തിന്റെ പ്രേരക ശക്തിയായിട്ട് ശുക്രാചാര്യരെ കാണണം. അതൊരു പ്രേരക ശക്തിയാണ്. അത് ശുക്രഗ്രഹത്തിൽ നിന്നും വരുന്നതാണ്. എല്ലാ ഭൗതികതയുടെയും ഗ്രഹമായിട്ട് ശുക്രനെ കാണണം. അപ്പൊ അതിൽ നിന്നുള്ള ബലം, ആ പ്രേരക ശക്തിക്കാണ് ശുക്രാചാര്യർ എന്ന് കാണേണ്ടത്. അല്ലാതെ മനുഷ്യരൂപത്തിലൊന്നും കണ്ടുപോകരുത്. അദ്ദേഹമാണ് അസുരന്മാരുടെ പുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസുരന്മാരെ നയിക്കപ്പെടുന്നത് ഈ ഭൗതിക സുഖങ്ങളാണ്. അദ്ദേഹത്തിന്റെ പുത്രനായ ഷണ്ഠനും അമർഖനും ഹിരണ്യകശുവിന്റെ രാജകൊട്ടാരത്തിനടുത്താണ് പാർത്തിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കള് ഈ രാജകൊട്ടാരത്തിനടുത്തിൽ പാർത്തു എന്ന് പറയാൻ കാരണം രണ്ടിൽ പറയുന്നു, അവരിരുവരും മറ്റ് അസുരന്മാരോടൊപ്പം പ്രധാനപ്പെട്ട അസുരന്മാരുടെ മക്കളെ പഠിപ്പിക്കുകയാണ് ഇവരുടെ ജോലി. അവരോടൊപ്പം ഈ പ്രഹ്ലാദനെയും കൊണ്ട് ഏൽപ്പിച്ചിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവരാണ് പഠിപ്പിക്കുന്നത്. ഏത് രാജതന്ത്രാദി വിഷയങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി. അവര് മറ്റുള്ള അസുര പുത്രന്മാരുടെ കൂടെ ഇരുത്തിയിട്ട് ഈ രാജാവിൻ്റെ പുത്രനെയും പ്രഹ്ലാദനെയും പഠിപ്പിച്ചു. പിന്നെ 3 അവിടെ ഗുരുകുലത്തിൽ വെച്ച് പഠിച്ച കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തു. അപ്പം പഠിച്ച കാര്യങ്ങളെല്ലാം കേൾക്കുകയും ചെയ്തു, അവിടെ പഠിപ്പിച്ചതെല്ലാം കേൾക്കുകയും ചെയ്തു, പഠിക്കുകയും ചെയ്തു. എന്നാൽ അതൊന്നും എങ്ങനെയാണ് പഠിച്ചത്? താനെന്നും അന്യനെന്നുമുള്ള മിഥ്യാബോധത്തെ ശരിയായിട്ടുള്ളതായി അവൻ കരുതിയില്ല. അവർ പഠിപ്പിച്ചതെല്ലാം താന് അന്യര് ഈ എന്ന ചിന്ത വെച്ചിട്ടുള്ള ഭൗതിക കാര്യങ്ങളാണ്. ഭൗതിക ലോകത്തില് ഞാനും നീയും മറ്റുള്ളവരും ഇങ്ങനെയാണല്ലോ ഭൗതിക കാര്യത്തിൽ. ഞാനെന്ന ചിന്ത വെച്ചിട്ടാണ് എല്ലാം തുടങ്ങുന്നത്, ഞാൻ എൻ്റേത് എന്നത്. പക്ഷെ ആ കാര്യമൊന്നും ഇവൻ പഠിച്ചില്ല, അംഗീകരിച്ചില്ല. ഭൗതിക കാര്യങ്ങളൊന്നും അവന് പഠിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ ജന്മനാ തന്നെ അവൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവനാണ്, അതിൽ ചലിക്കുന്നവനാണ്, ബ്രഹ്മത്തിന്റെ വഴിയെ ചലിക്കുന്നവനാണ്. അപ്പൊ മനുഷ്യന് 2 വഴികളാണുള്ളത്, ഭൗതിക ലോകവും ആത്മീയ ലോകവും. ഭൗതിക ലോകത്തിൽ മനുഷ്യന് ജനിക്കുന്ന എന്തിനാണ്? ആ ശക്തി 4 യുഗങ്ങളിലൂടെ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യരിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു. ഇതാണ് ഭൗതിക ലോകം. എന്നാൽ എപ്പോഴവൻ്റെ കർമ്മം തീരുന്നു ഈ ജന്മത്തിലും, അപ്പം അതിനെന്താ ചെയ്യുന്നത്? അവരിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കും, എന്നിട്ട് ഒരു ആഗ്രഹം ഉണ്ടാക്കും. ആഗ്രഹത്തിൻ്റെ പിന്നാലെ അവൻ നടക്കുമ്പോൾ ആ ശക്തിക്ക് അത് ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിപ്പിച്ചു കിട്ടും. എന്നാൽ എപ്പോൾ അവൻ്റെ കർമ്മങ്ങൾ തീരുന്നു, ഇനിയുള്ള ജന്മത്തിൽ അവൻ്റെ കർമ്മങ്ങളില്ലെങ്കിൽ അപ്പോൾ എന്ത് പറ്റും? അവനിൽ വിരക്തി ഉണ്ടാകും. വിരക്തി ഉണ്ടാകുമ്പോൾ പിന്നെ അവൻ്റെ ഞാൻ എന്ന ചിന്ത ഉണ്ടാവില്ല, അവൻ്റെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അവൻ പിന്നെ ബ്രഹ്മമേ ശരണം എന്ന് വെച്ചുകൊണ്ട് പോകും. ആ അവസ്ഥയിലാണ് ആരുള്ളത്? ഈ പ്രഹ്ലാദൻ എത്തിയിരിക്കുന്നത്. ആ പ്രഹ്ലാദൻ ബ്രഹ്മത്തിൻ്റെ വഴിയിൽ പോകുന്നവനാണ്. അപ്പം അവനെ ഞാനും നീയും എന്നത് ഗുരു
ഗുരുക്കന്മാർ പഠിപ്പിച്ചത് ഞാൻ, നീ, എൻ്റേത്, എനിക്ക്, മറ്റേത് എന്നുള്ളതാണ്. പക്ഷെ ഇവൻ അതൊന്നും അംഗീകരിച്ചില്ല. ഒരിക്കൽ അസുര രാജാവ് പുത്രനെ മടിയിൽ പിടിച്ചിരുത്തി ചോദിച്ചു, ഉണ്ണി, നീ ഏതൊന്ന് നല്ലതായിട്ട് കാണുന്നു? നീ ഏറ്റവും നല്ലതായിട്ട് കാണുന്നത് എന്താണെന്ന് മോനെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് ചോദിച്ചു. അപ്പം പ്രഹ്ലാദൻ പറഞ്ഞു, 5 അസുരോത്തമ, അസുരന്മാരുടെ നേതാവൻ, ഉയർന്ന ആളല്ലേ, ഉത്തമനായിരിക്കുന്നത്. മിഥ്യാഭിനിവേശം നിമിത്തം ഏതു നേരം സംഭ്രമചിത്തരായി കഴിയുന്ന ജീവികൾ ആത്മപതനത്തിന് ഉതകുന്ന പാഴ്കിണറ് പോലുള്ള ഗാർഹിക ജീവിതത്തെ വിട്ടുകളഞ്ഞ് കാട്ടിലേക്ക് പോയിട്ട് ശ്രീഹരിയെ ഭജിക്കുന്നുവോ എന്നതാണ് നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നത്. മിഥ്യാഭിമാനം വിട്ടിട്ട് ഞാൻ, എൻ്റേത്, എൻ്റെ കുടുംബം, എൻ്റെ വസ്തു എന്നീ അഭിമാന ചിന്തകൾ, മിഥ്യയായ അഭിമാന ചിന്തകൾ വിട്ട് അതിലകപ്പെടുന്നവർക്ക് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ തന്മയന്തം ഏതു നേരം സംഭ്രമചിത്തരായി കഴിയുന്ന ജീവിതം എപ്പോഴും സംഭ്രമത്തിലാണ്. ഞാൻ എൻ്റേത് എന്ന് ചിന്തിക്കുമ്പോൾ ഇത് സംരക്ഷിക്കേണ്ട കാര്യം, ഇത് കിട്ടേണ്ട കാര്യം, അത് കിട്ടണമല്ലോ, ഇത് കിട്ടണമല്ലോ എന്ന ചിന്തയിൽ ആകെ സംഭ്രമമാണ്. അങ്ങനെ എന്ത് പറ്റുന്നു? ആത്മപതനത്തിന് ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ പാഴ്കിണറ് പോലെയുള്ള ഗാർഹിക ജീവിതത്തെ വിട്ടുകളഞ്ഞിട്ട്, പാഴ്കിണറ് പോലെയുള്ള ഗാർഹിക ജീവിതം, അപ്പോൾ ആത്മാവിനെ തിരിച്ചറിയാതെ പാഴ്കിണറിൽ വീട് കിടക്കുന്ന പോലെയുള്ള ഗാർഹിക ജീവിതം അതെന്ത് വേണം? വിട്ടുകളയണം. അതായത് കുടുംബജീവിതം വിട്ടുകളയണം എന്നർത്ഥം. അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, കുടുംബവും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം വിട്ടിട്ട് കാട്ടിലേക്ക് പോയിട്ട് ഇതെല്ലാം വിട്ടിട്ട് അങ്ങ് കാട്ടിലേക്ക് പോകണം. ശ്രീഹരിയെ ഭജിക്കുക എന്നതാണ് നല്ല കാര്യമായിട്ട് ഞാൻ കരുതുന്ന ഒന്നാണ്. എല്ലാവരും അങ്ങനെ കരുതണമെന്നില്ല. കാരണം ഇവൻ ഈ ലോകം മടുത്ത്, ഇവൻ ഈ ലോകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അതിന് ബന്ധമില്ല, താല്പര്യമില്ല, എല്ലാം മടുത്തതാണ്. അവനിപ്പോൾ കാട്ടിൽ പോയിട്ട് ബ്രഹ്മമേശരണം എന്ന് വെച്ച് കളിക്കുക. അതായത് സന്യാസിയുടെ അവസ്ഥ, ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്ന അവസ്ഥയിലാണ് അവനുള്ളത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് അവൻ കാണുകയാണ്. അതായത് നിങ്ങളുടെ ഭൗതിക ലോകത്തിലൊന്നും എനിക്കൊരു താല്പര്യമില്ല എന്നർത്ഥം. എൻ്റെ ആള് ശ്രീനാരദൻ പറയുകയാണ്, ശത്രുപക്ഷത്തായിരിക്കുന്നവരുടെ പുത്രവചനത്തെ കേട്ടിട്ട്, അപ്പോൾ പുത്രൻ പറയുന്നത് എന്താണ്? ശത്രുപക്ഷത്തിരിക്കുന്നവരുടെ ശബ്ദമാണ് കേൾക്കുന്നത്. മടിയിലിരുന്നിട്ട് ശത്രുവിൻ്റെ ശബ്ദമാണ് ഈ പുത്രനിലൂടെ കേൾക്കുന്നത്. കേട്ടിട്ട് അസുരൻ പൊട്ടിത്തിരിച്ചു. അസുരന് ചിരിയാ വന്നു. കാരണം ആദ്യത്തെ സ്റ്റേജാണല്ലോ. കുട്ടികളുടെ ഇളം മനസ്സില് അന്യരുടെ ബുദ്ധി കൗശലത്താൽ മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പിഞ്ചു കുട്ടിയാണ്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന കുറേ കക്ഷികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ബുദ്ധി വൈഭവം കൗശലത്താൽ ഇവൻ്റെ മനസ്സിനെ മാറ്റി മറിച്ചിരിക്കുകയാണ്. അപ്പം അവിടെ പഠിപ്പിക്കുന്ന ആരെല്ലോ കൂടിയിട്ട് ഈ കുട്ടീൻ്റെ മനസ്സിനെ അവനറിയാതെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് എന്നാണ് രാജാവ് ചിന്തിച്ചത്. അതായത് പഠിപ്പിച്ചവന്മാർ തല തിരിച്ച് പഠിപ്പിച്ചിരിക്കുകയാണ് എന്നർത്ഥം. 7 ഗുരുഗ്രഹത്തിൽ. അപ്പം ഗുരുഗ്രഹത്തിൽ എന്താണുള്ളത്? വിഷ്ണുപക്ഷക്കാരുടെ പ്രച്ഛന്ന വേഷം ധരിച്ച്, അപ്പം അവിടെയുള്ള പഠിപ്പിക്കുന്നവർ വിഷ്ണുപക്ഷക്കാരാണ്. അവർ പ്രച്ഛന്ന വേഷം ധരിച്ചിട്ട് അസുരന്മാരാണ് എന്ന ഭാവത്തിൽ ബ്രാഹ്മണരുടെ ബുദ്ധി, ബ്രാഹ്മണന് ചിന്തിക്കുന്ന തരത്തിലുള്ള ബുദ്ധി ഇവന്റെ മനസ്സിൽ കുത്തിത്തിരിക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്? ഇത്തരം ബ്രാഹ്മണർ മൂലം, വേഷം കെട്ടി നിൽക്കുന്ന ഇത്തരം ബ്രാഹ്മണർ മൂലം, അതായത് ഗുരുവിന്റെ ഗ്രഹത്തിൽ ഇത്തരം വേഷം കെട്ടി നിൽക്കുന്ന ബ്രാഹ്മണരുണ്ട്, പ്രച്ഛന്ന വേഷം ധരിച്ച ബ്രാഹ്മണരുണ്ട്. എന്നിട്ട് അത്തരം ബ്രാഹ്മണർ മൂലം ഈ വണ്ണം ബുദ്ധി വ്യതിചലിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം
എന്ന് ഹിരണ്യകശിപു എന്ത് ആജ്ഞാപിച്ചു? ആരോട് ആജ്ഞാപിച്ചു? ഈ അസുരന്മാരോട്, അവരെ പഠിപ്പിക്കുന്ന അസുരന്മാരോട് പറഞ്ഞു, ഇവൻ്റെ ബുദ്ധി ആരെല്ലോ വ്യതിചലിപ്പിക്കുന്നുണ്ട്, മാറ്റിമറിക്കുന്നുണ്ട്. പ്രച്ഛന്ന വേഷം കെട്ടി വിഷ്ണുവിൻ്റെ ഭക്തന്മാർ പ്രച്ഛന്ന വേഷം കെട്ടിയിട്ട് ഇവൻ്റെ ബുദ്ധി തലതിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, അങ്ങനെ തലതിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 8 അസുരന്മാരുടെ പുരോഹിതന്മാർ പ്രഹ്ലാദിനെ അരകെ വിളിച്ച്, ഇത് കേട്ടപ്പോൾ അസുരന്മാരുടെ പുരോഹിതന്മാർ, ആ 2 മക്കൾ, ശുക്രാചാര്യരുടെ 2 മക്കൾ പ്രഹ്ലാദിനെ അരികെ വിളിച്ചിട്ട് മൃദുവായ വാക്കിൽ സൗമ്യമായിട്ട് അവനെ പ്രശംസിച്ചുകൊണ്ട്, അവനെ ഒന്ന് പൊക്കി അടിച്ചുകൊണ്ട്, സാമഭാവത്തോടുകൂടി, സാമനയങ്ങളോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു. ആരോട്? പ്രഹ്ലാദനോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? 9 ഉണ്ണി പ്രഹ്ലാദ നിനക്ക് സ്തുതി. ആദ്യം തന്നെ അവന് സ്തുതി പറയുകയാണ്. കാരണം രാജാവിൻ്റെ മോനാണല്ലോ. ഉണ്ണി പ്രഹ്ലാദ നിനക്ക് സ്തുതി. നേര് പറയൂ, കള്ളം പറയരുത്. മറ്റു കുട്ടികളെ മറികടന്ന ഈ ബുദ്ധി വൈഭവം നിനക്ക് എവിടെ നിന്ന് കിട്ടി? മറ്റു കുട്ടികൾക്കൊന്നും കാണാത്ത തരത്തിലുള്ള ഇത്തരം ബുദ്ധി നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? 10 ഈ ബുദ്ധി വൈപരീത്യം, അതായത് ഈ തലതിരിഞ്ഞ ബുദ്ധി നിനക്ക് ആരിൽ നിന്നും കിട്ടിയതാണോ, ആരെങ്കിലും നിന്നും കിട്ടിയതാണോ, അതല്ല നിനക്ക് സ്വതമേ ഉണ്ടായതാണോ? ഈ തലതിരിഞ്ഞ ബുദ്ധി നിനക്ക് ആരിൽ നിന്നെങ്കിലും കിട്ടിയതാണോ, അതല്ല നിനക്ക് സ്വതമേ ഉണ്ടായതാണോ? അപ്പോൾ ബാലൻ പറഞ്ഞു 11 ജനങ്ങൾക്ക് താനെന്നും അന്യനെന്നും ഉള്ള തെറ്റായ ധാരണ ജനങ്ങളിൽ, അതായത് ഭൂരിപക്ഷ ജനങ്ങളിൽ, അല്ലെങ്കിൽ എല്ലാ ജനങ്ങളിലും, ഈ പ്രഹ്ലാദനോയ്ക്ക് ബാക്കിയിടത്തിൽ തന്നെ താനെന്നും അന്യനെന്നും ഉള്ള തെറ്റായ ധാരണ ഏതൊരുവൻ്റെ മായാവൈഭവത്താണോ സംഭവിക്കുന്നത്, അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഞാനെന്നും എൻ്റേതെന്നും ഒരു മായാലോകം സൃഷ്ടിച്ചിട്ട് ഈ ഭഗവാൻ തന്നെയാണ് അവരിൽ അങ്ങനെ ഒരു പ്രേരണ ഉണ്ടാക്കുന്നത്. ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട്, ആഗ്രഹം ഉണ്ടാക്കിയിട്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. അത് തന്നെ ഉണ്ടാക്കിയാണ്. ആരിൽ നിന്നാണോ സംഭവിക്കുന്നത് അത് അതിൻ്റെ മായയാൽ സംഭവിക്കുന്നു. അപ്പോൾ അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ഞാൻ അന്യനെന്ന ചിന്തയല്ല എല്ലാവരിലും ഉണ്ടാകുന്നത്. ആ ശക്തി, ഏതോ ഒരു ശക്തി, ആ ശക്തി തന്നെ, അതാണ് വിഷ്ണു. ആ വിഷ്ണു തന്നെ അവരിൽ ഉണ്ടാക്കുകയാണ് മായാരൂപത്തിൽ. അത് മായ കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ അതില്ല, എന്നിൽ അങ്ങനെ മായ സംഭവിക്കുന്നില്ല. ആ ഭഗവാന് നമസ്കാരം. കാരണം ഭഗവാൻ എന്നിൽ ആ മായ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ആരിലാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴി തെളിയുന്നത്? ആത്മീയതയിലേക്ക് തിരിയാനുള്ള വഴി ആരിലാണ് ഉണ്ടാകുന്നത്? അതാണ് ഇവിടെ വ്യക്തമാക്കി തരുന്നത്. എല്ലാവരിലും ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട്, ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. ആരുടെ ജോലി തീർന്നോ അവരിൽ ഞാനെന്ന ചിന്ത ഉണ്ടാക്കില്ല, ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല. അപ്പം അവൻ ബ്രഹ്മത്തെ മനസ്സിലാക്കും. അതാര് തീരുമാനിക്കുന്നതാണ്? വിഷ്ണു തന്നെ തീരുമാനിച്ചാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം, കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: എന്നിൽ ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഞാനെന്ന ചിന്തയില്ല. നിങ്ങൾ ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് ഓരോ കർമ്മ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. എൻ്റെ ജോലിയെല്ലാം തീർന്നു, അതുകൊണ്ട് എന്നിൽ ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നില്ല. ഇത്രേ കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആത്മീയതയൊന്നും ആരോടും പറയേണ്ട കാര്യമില്ല. ആത്മീയ സ്വയം ആ ശക്തി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു തന്നെ ജോലി കഴിയുമ്പോൾ അവൻ ആത്മീയത ഉണ്ടാക്കിയിട്ട് സന്യാസത്തിനോടെ കൊണ്ടുപോയിട്ട് ബ്രഹ്മത്തിൽ ലയിപ്പിക്കും. അല്ലാതെ ഉപദേശിച്ചിട്ടൊന്നും ഇതുണ്ടാകാൻ പോകുന്നില്ല. ഈ തത്വമാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. 12 ആ ഭഗവാൻ എപ്പോൾ അനുകൂല ഭാവത്തിൽ വരുന്നുവോ, എപ്പോഴാണ് ഭഗവാൻ അനുകൂല ഭാവത്തിൽ വരുന്നത്? ആ നമ്മളിൽ അനുകൂല ഭാവത്തിൽ, എന്ത് അനുകൂലം?
ആ മതി, ഇവനെ കൊണ്ട് ഇനി ജോലിയൊന്നും ചെയ്യിപ്പിക്കണ്ട, ഇവനിൽ മായ, ഇവനിൽ നിന്നുള്ള മായ ഒഴിവാക്കിയിട്ട് ഇവനെ ബ്രഹ്മത്തിലേക്ക് കൊണ്ടുപോകാം എന്ന അനുകൂല ഭാവത്തിൽ വരുന്നുവോ അപ്പോഴവനിൽ ഞാനെന്നും അന്യനെന്നും ഉള്ള അവസ്ഥാഭേദം ഇല്ലാതാകും. ഒരാളില് ഞാൻ നീ എന്നുള്ള ചിന്ത ഇല്ലാതാകുന്നത് എപ്പോഴാണ്? ആ ശക്തി അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഇല്ലാതാക്കുമ്പോൾ അവർക്കാണ് ആത്മീയത. അല്ലാതെ പ്രഭാഷണത്തിലൂടെയൊന്നും ഈ പറയുന്നതിലേ അർത്ഥമില്ല. പ്രഭാഷണം നടത്തുന്നവർക്ക് പോലും ആത്മീയതയുടെ യഥാർത്ഥ കാര്യം അറിയില്ല. 13. തിരിച്ചറിയാൻ പ്രയാസമായ ആ ഏകമായ പരമാത്മ തത്വം, അത് തിരിച്ചറിയാൻ പ്രയാസമാണ്. ബുദ്ധിഹീനന്മാർ, അപ്പം ബുദ്ധിഹീനന്മാരാണ്, ബുദ്ധിയില്ലാത്തവരാണ് ഞാനെന്നും അന്യനെന്നും കരുതപ്പെടുന്നു. ആ പരമാർത്ഥ തത്വം മനസ്സിലാക്കാത്തവരാണ് ഞാൻ എൻ്റെ മതം, നിന്റെ മതം, ഞാൻ ഹിന്ദു, ഞാൻ മുസ്ലിം, ഞാൻ ക്രിസ്ത്യാനി, നീ ഹിന്ദു, മറ്റേത് നീ ബ്രാഹ്മണൻ, നീ ക്ഷത്രിയൻ, ഈ പേരിലെല്ലാം പറഞ്ഞു നടക്കുന്നത്. ഇങ്ങനെ ജാതിയും മതമെല്ലാം പറഞ്ഞ് നടക്കുന്നവര് ബുദ്ധിഹീനരാണ്. അവരിൽ ഞാനുണ്ട്, നീയുണ്ട്, ഞാനും നീയും തമ്മിൽ വ്യത്യാസമുണ്ട്. ജാതിയില്, മതത്തില്, സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ, എല്ലാം ഭാഷയുടെ അടിസ്ഥാനത്തിൽ, വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, സെക്സിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം വ്യത്യാസം തന്നെ. ഇത് ബുദ്ധിഹീനരിലാണ്. ആ ഭഗവാന്റെ മായയാൽ വേദജ്ഞനായ ബ്രഹ്മാദി ദേവന്മാർ പോലും ആ ഭഗവാന്റെ ആ മായ കൊണ്ട് വേദജ്ഞരായ ബ്രഹ്മാദി ദേവന്മാർ പോലും, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര്, രാമനായാലും കൃഷ്ണനായാലും എല്ലാവരും ഉഴലുകയാണ്. ആരെല്ലാം? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, പിന്നെ അതിന്റെ പിന്നിലുള്ള എല്ലാവരും, രാമനായാലും പരശുരാമനായാലും കൃഷ്ണനായാലും എല്ലാം ഉഴലുകയാണ് അവരവരുടെ കർമ്മങ്ങൾ കൊണ്ട്. ഏതാണ് പറയുന്നത്? ഭാഗവതം. ഇവരെല്ലാം ആ ഈശ്വരനെ മനസ്സിലാക്കിയിട്ടല്ല, ഈ ഭൗതിക ലോകത്ത് കിടന്ന് കറങ്ങുകയാണ്. സൃഷ്ടി, ഒരാൾ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി മുഴുവൻ സൃഷ്ടിയാണ്. ഒരാൾ അതിനെ പരിപാലിക്കാൻ വേണ്ടി നടക്കുകയാണ്, വേറൊരാൾ നശിപ്പിക്കാൻ വേണ്ടി, ആവശ്യം കഴിയുമ്പോൾ നശിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഓരോ കാലഘട്ടത്തിൽ ഓരോ ശക്തിയായിട്ട് വന്നിട്ട് ഓരോ അധർമ്മങ്ങളെ ഇല്ലാതാക്കുകയാണ്. അപ്പം ഇവരെല്ലാവരും ജോലി ചെയ്യുകയാണ്, നമ്മളും ഒരു ജോലി ചെയ്യുകയാണ്, നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഞാനെന്ന ചിന്ത വെച്ചിട്ട്. അപ്പൊ ആ ചിന്ത ഇല്ലാതാക്കിയ, അതേസമയം ആ ഭഗവാൻ എൻ്റെ ബുദ്ധിയെ അന്യരിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നു. പക്ഷെ എൻ്റെ ബുദ്ധിയെ മാത്രം അത്തരത്തിൽ ഭഗവാനാക്കിയില്ല. ഭഗവാൻ എന്നിൽ ഞാനും ഇല്ല, നീയും ഇല്ല, ഒരു ചിന്തയും ഇല്ല. അതുകൊണ്ട് എനിക്ക് ആ ഭഗവാനേ ഉള്ളൂ. അതാ ഭഗവാൻ എന്നെ ആക്കിയതാണ്, അല്ലാതെ വേറെ ആരും ഒന്നുമല്ല. എൻ്റെ 14 പറയാണ്, എപ്രകാരം ഇരുമ്പ് കാന്തത്തിന്റെ അടുക്കൽ തന്നെത്താൻ കറങ്ങുന്നുവോ, ഇരുമ്പ് കാന്തത്തിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുവോ, അപ്രകാരം എൻ്റെ ചിന്ത ശ്രീഹരിയിൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ചിന്ത എപ്പോഴും എന്തിലേ ഉള്ളൂ? ആ ബ്രഹ്മത്തെ പറ്റി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെയുള്ള ഒന്നും ഞാൻ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. 15 നാരദൻ അതിബുദ്ധിമാനായ പ്രഹ്ലാദൻ ഇത്ര മാത്രം പുരോഹിതരോട് പറഞ്ഞു നിർത്തി. അതിബുദ്ധിയുള്ള അവൻ ഇത്രമാത്രം പറഞ്ഞ് പുരോഹിതരോട് പറഞ്ഞിട്ട് നിർത്തി. അത് കേട്ട് കോപിച്ച രാജാവ് കുറെ ശകാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കോപിച്ച രാജാവല്ല, രാജസേവകര്, അതായത് പഠിപ്പിക്കുന്ന ശുക്രാചാര്യരുടെ 2 മക്കള്. രാജാവല്ല, ഇത് ശുക്രാചാര്യരുടെ മക്കള് ഗുരുക്കന്മാർ ചോദിച്ചതാണ്. അന്നേരം
പ്രഹ്ലാദൻ പറഞ്ഞ ഉത്തരമാണ്. അപ്പം വടികൊണ്ട് അദ്ദേഹം കോപത്തോടു കൂടി ആ രാജസേവകര്, അതായത് ആ ഗുരുക്കന്മാര്, അവർ കുറെ ശകാരിച്ചിട്ട് എന്ത് പറഞ്ഞു? 16 എടോ ചൂരൽ വടി കൊണ്ടുവരും, ഇവൻ നമുക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നവനാണ്, ഇവൻ ശരിയാവില്ല, ഇവൻ നമുക്ക് ചീത്തപ്പേരുണ്ടാക്കും, രാജാവ് നമ്മളെയാണ് കുറ്റം പറയുക, വംശത്തിന് തീക്കനലാവും, വംശം തന്നെ ഇവൻ നശിപ്പിച്ചാണ്. കെടുബുദ്ധിയുള്ള ഇവന് 4ാമത്തെ മുറയായ ദണ്ഡനമാണ് വിധിച്ചത്, ഇവനെ അടിച്ച് ശരിയാക്കാനേ പറ്റുള്ളൂ. എന്നിട്ട് 17 അസുരന്മാരാകുന്ന ചന്ദന വൃക്ഷങ്ങളുടെ വനത്തിൽ, അസുരന്മാരാകുന്ന ചന്ദന മരങ്ങളുടെ വനത്തിൽ, ചന്ദന വൃക്ഷങ്ങളുടെ മരത്തിൽ വനത്തിൽ, അസുരന്മാരെ ചന്ദന വൃക്ഷമായിട്ട് കണക്കാക്കിയാണ്. അങ്ങനെയുള്ള ഒരു വലിയ വനത്തിലുള്ള ഒരു മരമാണ് ഇവൻ. അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു മുള്ളിൻ്റെ മരമാണ് ഈ ബാലൻ. അവരെന്ത് ചെയ്യും? അവയുടെ നാശം വരുത്തും. ഈ വനത്തെ മുഴുവൻ അവൻ നശിപ്പിക്കും, അസുരവംശത്തെ മുഴുവൻ നശിപ്പിക്കും. ഏതുമായിട്ട് ആയിട്ട്? വിഷ്ണുവാകുന്ന കോടാലിയായിട്ട്. പിന്നെ 18 ഇപ്രകാരം ശകാരവും താണ്ഡവും പേട്ടിപ്പെടുത്തലിലും പല വിധത്തിൽ പ്രഹ്ലാദനെ പ്രയോഗിച്ചുകൊണ്ട്, അപ്പൊ അവര് ഗുരുക്കന്മാർ അവർക്ക് പറ്റുന്ന തരത്തിൽ ഇത്തരത്തിൽ പേടിപ്പിക്കും. കുറെ ദണ്ഡനെല്ലാം പ്രയോഗിച്ചു നോക്കി. എന്തെല്ലാം എന്നിട്ട് പഠിപ്പിച്ച? ധർമ്മ അർത്ഥ കാമമാകുന്ന ത്രിവർഗതത്വം പഠിപ്പിക്കാൻ ശ്രമിച്ചു. ത്രിതത്വമാണ് ധർമ്മം, അർത്ഥം, കാമം. ഈ 3 പഠിപ്പിച്ചുള്ളൂ. മോക്ഷത്തെ പറ്റി പഠിപ്പിച്ചില്ല. ഈ 3 ഇവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവൻ അറിയേണ്ടതായ സാമാധി 4 ഉപായങ്ങളും ഉപദേശിക്കുക, തല്ലുക എന്നെല്ലാം പറയുന്ന 4 വഴികളുണ്ടല്ലോ. ആ 4 ഉപായങ്ങളിലൂടെ അവനെ ഉപദേശിച്ച്. അപ്പൊ അവർക്ക് തോന്നി ഇവനെ നന്നായിട്ടുണ്ടാവുന്നു. കാരണം ആ 4 വഴികളിലൂടെ കുറെ പറഞ്ഞു നോക്കി, പിന്നെ അവസാനം അടിച്ചു വരെ നോക്കി, ഉപദേശിച്ചു നോക്കി, തല്ലി നോക്കി, അങ്ങനെയെല്ലാം ഉണ്ടല്ലോ. അതേമാതിരി 4 വഴികളും അവൻ ഉപയോഗിച്ചിട്ട്, ഉപായങ്ങളും അവനിൽ പ്രയോഗിച്ചിട്ട്, ഇനിയിപ്പോൾ ഇവനല്ല ശരിയായിട്ടുണ്ടാവുമെന്ന് തോന്നിയിട്ട് മാതാവിനാൽ തേച്ച് കുളിപ്പിച്ച് അവനെല്ലാം നല്ലോണം കുളിപ്പിച്ച് നല്ല മോടിയുള്ള വസ്ത്രങ്ങളെല്ലാം, ആടയാഭരണങ്ങളെല്ലാം ഉടുപ്പിച്ചു. ആടയാഭരണങ്ങളെല്ലാം ഉടുപ്പിച്ചു. കാരണം ഒരു ശരിയായ ഭൗതിക രാജാവിൻ്റെ മകനെന്ന നിലയിൽ മോടി വരുത്തി എന്ത് ചെയ്തു? അസുര രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി. അപ്പം ഇവനെ നല്ലോണം കുളിപ്പിച്ച് സുന്ദരക്കുട്ടനാക്കിയിട്ട് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പം 20 ഇപ്പം രാജാവിനെ കണ്ടപ്പാട് തന്നെ അച്ഛനല്ലേ, ഹിരണ്യകശിപുവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച ബാലനെ അഭിനന്ദിച്ചുകൊണ്ട് ആശീർവദിച്ചു. അപ്പം അച്ഛനെ കണ്ടപ്പോൾ കുട്ടനെ പോയിട്ട് കാലിൽ വീണിട്ട് നമസ്കരിച്ചു. അപ്പോൾ ഇവൻ നന്നായിപ്പോയി, നല്ല കുട്ടപ്പനായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവനെ അഭിനന്ദിക്കുകയും ചെയ്യും, ആശീർവദിച്ചു. 2 കരങ്ങളും കൊണ്ട് കുറേ നേരം പിടിച്ച ശേഷം അത്യധികമായ ആനന്ദത്തെ പ്രാപിച്ചു. കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. കുറേ സന്തോഷം തോന്നി. മകൻ നന്നായിട്ട് വന്നിരിക്കുകയാണല്ലോ, എല്ലാം പഠിച്ചിട്ട്. ഇനി 21 പിന്നെ മടിയിൽ പിടിച്ചിരുത്തി നെറുകയിൽ ചുംബിച്ച ശേഷം കണ്ണിന്ന് നല്ല ആനന്ദ ബാഷ്പം തെളിഞ്ഞു വീഴാൻ തുടങ്ങി. അങ്ങനെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് നെറുകയിൽ ചുംബിച്ച്, അപ്പം കണ്ണിൽ നിന്നെല്ലാം ആ സന്തോഷാശ്രു ഒഴിഞ്ഞു. അങ്ങനെ തെളിഞ്ഞ മുഖത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു. 22 വത്സാ പ്രഹ്ലാദ, ആയുഷ്മാനെ എന്ന് പറഞ്ഞാൽ ദീർഘായുസ് അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട്
ഇത്രയും കാലം കൊണ്ട് ഗുരുവിൽ നിന്ന് എന്തെല്ലാം നീ പഠിച്ചു, നിന്നെ ഗുരുക്കന്മാർ പറയെല്ലാം അവിടെ ഇരുന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അതിൽ നന്നായി പഠിച്ച എന്തെങ്കിലും ഒന്ന് ചൊല്ലിക്കേൾപ്പിക്കുക. നിന്നെ ഗുരുക്കന്മാർ എന്തെല്ലോ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് നല്ലതൊന്ന് ചൊല്ലിക്കേൾപ്പിച്ചാൽ മതി. 23-24 പ്രഹ്ലാദം പറയുകയാണ്, വിഷ്ണു ഭഗവാന്റെ മഹാത്മ്യം ഗ്രഹിക്കുക. കാരണം ഇവൻ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നേടിയ പോയവര് അത് തന്നെയാണ്. നമ്മള് ഒരാള് സന്യാസിയായി കഴിഞ്ഞു കഴിഞ്ഞാല് ഭൗതികതയെല്ലാം വിട്ട് സന്യാസത്തിലേക്ക് പോകുന്നുണ്ടല്ലോ. ജീവിതത്തിൽ ലക്ഷ്യം അതാണല്ലോ, ബ്രഹ്മസാക്ഷാത്കാരം. അതിലേക്ക് പോകുന്നവരോട് ചോദിച്ചാൽ എന്തേ പറയാൻ പാടുള്ളൂ? ഇതേമാതിരിയെ പറയാൻ പാടുള്ളൂ. വിഷ്ണുവിന്റെ മഹാത്മ്യം ഗ്രഹിക്കുക, അദ്ദേഹത്തിൻ്റെ കീർത്തിക്കുക, സ്മരിക്കുക, പാദശുദ്ധി ചെയ്യുക. എന്ത് വേണം? പാദത്തിൽ വീണിട്ട് എപ്പോഴും അദ്ദേഹത്തിന്റെ പാദത്തിൽ അർപ്പിക്കുക. സമസ്ത കർമ്മങ്ങളും അടിയറവ് വെക്കുക അദ്ദേഹത്തിന്റെ പാദത്തിൽ. സമസ്ത കർമ്മങ്ങൾ, ഇനി എനിക്ക് ഈ ലോകത്തിൽ ഒന്നും ചെയ്യാനില്ല, എൻ്റെ കർമ്മങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു, ഇനി ബ്രഹ്മത്തിൽ പോയി ലയിക്കണം. മിത്രഭാവത്തിൽ വിശ്വസിക്കുക. എല്ലാം മിത്രമാണ്, ഈ ലോകത്തിലുള്ള എല്ലാം എനിക്ക് സമാനമാണ്, ബ്രഹ്മമാണ്. മമത, അഭിമാനം ഒഴിവാക്കുക. ഒരു മമതയും പാടില്ല ആരോടും. ബന്ധുക്കളോട് ഒന്നോടും ഒരു മമതയും ഇല്ല. ഈ ലോകത്തിലുള്ള ഒരു വസ്തുവോടും മമതയില്ല. വേദം ഉപദേശിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ വഴിയാണ്, സന്യാസി സ്വീകരിക്കേണ്ട വഴിയാണ്. വേദമല്ല ഇവിടെ ഭാഗവതം. സ്വദേഹത്തെ, തൻ്റെ ശരീരത്തെ ഭഗവാനിൽ അർപ്പിച്ചേക്കുക. ഈ ദേഹം പിന്നെ വേണ്ട, എല്ലാം ഭഗവാനങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ 9 ലക്ഷണങ്ങളോടുകൂടി സമസ്ത ഐശ്വര്യങ്ങളും ഉള്ള എല്ലാ ഗുണങ്ങളുടെ അടങ്ങിയിരിക്കുന്ന ശ്രീ വിഷ്ണുവിൽ ശരിയാം വണ്ണം സമർപ്പിക്കുക എന്ന പ്രവൃത്തിയാണ് അതിവിശിഷ്ടമെന്ന് ഞാൻ കരുതുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ശ്രേഷ്ഠം. ഇങ്ങനെ 9 കർമ്മങ്ങളുടെ എല്ലാം ആ വിഷ്ണുവിൽ അർപ്പിച്ചേക്കുക. ആരും അതിന് മമതയില്ല, ഒരു ബന്ധവുമില്ല, ഒരു കർമ്മവുമില്ല, ഒന്നും ചെയ്യാനില്ല. പോയി ബ്രഹ്മത്തിൽ അങ്ങ് സമർപ്പിച്ചേക്കുക. അതാണ് ശരിയായ പ്രവൃത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്ക്? ഇവൻ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയത്, അല്ലാതെ ബാക്കിയുള്ളവരുടെ കാര്യമൊന്നുമല്ല. ഇവൻ്റെ കാര്യമല്ലേ പറയുന്നത്. കാരണം ഇവൻ്റെ കർമ്മം തീർന്നു, ഇവനൊന്നും അവിടെ ചെയ്യാനില്ല ഈ ലോകത്തിൽ. അതാണ് ആത്മീയതയുടെ ലക്ഷണം. അത് ആ ശക്തി തന്നെയാണ് അവനിൽ ഉണ്ടാക്കേണ്ടത്. അതായത് നമ്മൾ കൃത്രിമമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. 25 ഇത് കേട്ട് കോപത്താൽ ചുണ്ട് വിറച്ച അദ്ദേഹത്തിൻ്റെ ചുണ്ടെല്ലാം വിറച്ച് ഹിരണ്യകശിപു തത്സമയം ഗുരുപുത്രനോട് ഇങ്ങനെ പറഞ്ഞു. ഗുരുവിൻ്റെ പുത്രന്മാരോട് പറഞ്ഞു, ബ്രാഹ്മണാർത്ഥമ, നിങ്ങൾ ബ്രാഹ്മണൻ അർത്ഥമനാണ്. കാരണം ഈ ഗുരുവാണ് ഇതാക്കി വെച്ചിട്ട് ഇവരെ ഇങ്ങനെ ആക്കിയതാണ്. ഇതെന്താണ്? എടോ ദുഷ്ടബുദ്ധേ, ഈ ഗുരുക്കന്മാരെയാണ് വിളിക്കുന്നത്. എൻ്റെ എതിരാളിയെ ആശ്രയിക്കുന്ന ചീത്തയായ നിന്നാൽ എൻ്റെ പുത്രൻ പാടില്ലാത്തത് ഗ്രഹിച്ചു വെച്ചു. നീ ബ്രാഹ്മണ അർത്ഥമനാണ്, ബുദ്ധിയാണ്. എൻ്റെ എതിരാളിയെ ആശ്രയിക്കുന്നവൻ്റെ തത്വങ്ങളാണ്, ചീത്ത ചിന്തകളാണ് നിങ്ങൾ എൻ്റെ മകനിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ 27 പറയാണ്, കപട വേഷം ധരിച്ച് കപട സ്നേഹഭാവത്തോടെ വരുന്ന പരമവഞ്ചകർ ലോകത്തിലുണ്ടാകും. ഇങ്ങനെ നിങ്ങളെപ്പോലെയുള്ള കപടവേഷം ധരിച്ച് കപട സ്നേഹഭാവത്തോടു കൂടി വരുന്ന പരമവഞ്ചകർ ലോകത്തിലുണ്ടാകും. അവരുടെ കപടത മഹാരോഗമെന്ന പോലെ കാലാന്തരത്തിൽ വെളിപ്പെടുന്നു. അതെല്ലാം ഒരു പ്രത്യേക സമയത്തുമ്പോഴാണ് അവരുടെ ശരിയായ അവരുടെ കപടത വെളിയിൽ വരിക. മഹാരോഗം, ഉള്ളിൽ കിടക്കുന്ന രോഗം വെളിയിലേക്ക് വരുന്നത് പോലെ ഉള്ളിലുള്ള കപടത ഇവരെല്ലാം അഭിനയിക്കുകയാണ്. നല്ലതായിട്ട് അസുരന്മാരുടെ ആളാണ്, നല്ല ഗുരുവാണ് എന്നെല്ലാം അഭിനയിച്ചിട്ട് ഉള്ളിലൊടുക്കുന്നത് മുഴുവൻ വിഷ്ണു ഭക്തിയാണ്. എന്നിട്ട് വേഷവും കെട്ടി അഭിനയിച്ചിട്ട്
എൻ്റെ മോനെ ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചപ്പോൾ ഒരു സമയത്തുമ്പോൾ കാലെത്തിയപ്പോൾ അതെല്ലാം നിങ്ങളുടെ നിങ്ങളെ ഉള്ളിലുള്ള ആ സ്വഭാവം കപടതയെല്ലാം വെളിയിൽ വരും. അങ്ങനെ വന്നതാണ് ഈ മോനിലൂടെ 28. അപ്പൊ ഗുരുപുത്രന്മാർ പറഞ്ഞു, ഇന്ദ്രന്റെ ശത്രുവായ രാജാവേ, ഇവർ പറഞ്ഞത് ഞാനോ മറ്റാരുത്തനോ പഠിപ്പിച്ചതല്ല. ഇത് ഞാനോ മറ്റാരെങ്കിലോ പഠിപ്പിച്ചതൊന്നുമല്ല. അങ്ങയുടെ പുത്രൻ താനേ പറയുന്നതാണ്. അവന് സ്വയം തോന്നിയിട്ട് പറയുന്നതാണ്, അല്ലാതെ നമ്മൾ പഠിപ്പിക്കൊന്നുമല്ല. ഈ ബുദ്ധി ജന്മസിദ്ധമാണ്. ജന്മത്തിലൂടെ കിട്ടിയ ബുദ്ധിയാണ് ഇവന്. കോപം അടക്കിയാലും കുറ്റം ഞങ്ങളിൽ പതിപ്പിക്കരുത്. കാരണം ജനിക്കുമ്പോൾ തന്നെ ഇവനെ എന്തായിട്ടാണ് ജനിപ്പിച്ചിരിക്കുന്നത്? ഇവൻ്റെ ഞാനെന്ന ചിന്തയില്ലാതെ, ഒരു കർമ്മവും കൊടുക്കാതെ, ഒരാഗ്രഹങ്ങളും ജനിപ്പിക്കാതെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ട നിലയിലാണ് ജനിപ്പിച്ചു വെച്ചിരിക്കുന്നത്. 29 ശ്രീനാരദൻ. ഗുരുക്കന്മാർ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഹിരണ്യകശിപു വീണ്ടും പുത്രനോട് ചോദിച്ചു, നന്മകെട്ടവനെ, നിനക്ക് ഈ ബുദ്ധി ഗുരുവിൽ നിന്നല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നുണ്ടായി? ഗുരുക്കന്മാർ പറയുന്നത് നിന്നെ അവരൊന്നും പഠിപ്പിച്ചിട്ടില്ല, അല്ല നീ തന്നെ, പിന്നെ നിനക്ക് ഇവിടെ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. അപ്പം 30 പ്രഹ്ലാദൻ പറയുകയാണ്, ഇന്ദ്രിയങ്ങളെ അടക്കാതെ സംസാര ചക്രത്തിൽ അകപ്പെട്ട ഘോരാന്ധകാരത്തിലേക്ക് പ്രവേശിക്കുന്നവർ വീണ്ടും വീണ്ടും ചവച്ചതു തന്നെ ചവച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മളെല്ലാം ചവച്ചത് തന്നെയാണ് ചവച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛൻ എന്തെല്ലാണോ ചെയ്തത് അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അച്ഛൻ ചെറുത് പഠിച്ച് പിന്നെ ജോലിക്ക് പോയി, പെണ്ണ് കെട്ടി, കുട്ടികളുണ്ടായി, ചവച്ച് നടക്കുകയാണ്. പുതിയൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ ശേഷം മകനായ ഞാനും ഇത് തന്നെ ചെയ്യും, എൻ്റെ മോനും ഇതെല്ലാം ചെയ്യും. ആദ്യം പഠിക്കും, പെണ്ണ് കെട്ടും, എല്ലാം ഇതെങ്ങനെ ചവച്ച് നടക്കുകയാണ്. ആരില്? ഇന്ദ്രിയങ്ങളെ അടക്കാത്തവര്, സംസാര ചക്രത്തിൽ അകപ്പെട്ടവര്, ഘോര അന്ധകാരത്തിൽപ്പെട്ടിട്ട് പ്രവേശിച്ചവര് വീണ്ടും വീണ്ടും ചവച്ചത് തന്നെ ചവച്ചുകൊണ്ടിരിക്കുന്നു. ഗൃഹസങ്കല്പം മാത്രമുള്ളവരായ അവർക്ക്, അതായത് ഗൃഹസങ്കല്പം മാത്രമുള്ള ഞാൻ എൻ്റെ കുടുംബം എന്ന് ചിന്തിക്കുന്നവര്, അത് പറയുമ്പോൾ നമ്മളെല്ലാം ഈ ലോകത്തിൽ ആരെല്ലാം ഉണ്ടോ ആത്മീയ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ട് പോയി മുമ്പിലിരിക്കുന്നവർക്കെല്ലാം എന്തുണ്ട്? ഗൃഹസങ്കല്പമാണുള്ളത്. ആ ഗൃഹസങ്കല്പം മാത്രമുള്ളവരായ അവർ അന്യനിൽ നിന്നോ സ്വന്തമായോ കൂട്ടുകാരിൽ നിന്നോ ശ്രീകൃഷ്ണനിൽ ബുദ്ധി ചെലുത്തുവാൻ സാധ്യമല്ല. അതായത് കുടുംബത്തെ പറ്റി ചിന്തിക്കുന്നവര്, ഭാര്യ, മക്കള്, ഭർത്താവ്, ഇതെല്ലാം ചിന്തിക്കുന്നവര് ആരുടെ മുമ്പിലിരുന്നിട്ട് പ്രഭാഷണം കേട്ടാലും അവർക്ക് അന്യരിൽ നിന്നോ ഈ പ്രഭാഷകരിൽ നിന്നോ സ്വന്തമായിട്ട് ഒന്ന് പഠിച്ച് മനസ്സിലാക്കി കളയാന്ന് വെച്ചാൽ അവർക്കോ അല്ല പല കൂട്ടുകാരിൽ നിന്ന് കേട്ടാലോ ഒന്നും ശ്രീകൃഷ്ണ ഭഗവാനിൽ ബുദ്ധി ഉണ്ടാകാൻ പോകുന്നില്ല. ഒരാത്മീയവും കിട്ടാൻ പോകുന്നില്ല. ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ മെനക്കെടുന്നത്, സമയം വേസ്റ്റ് ആക്കുന്നത്? അതാണ് ഭാഗവതം ചോദിക്കുന്നത്. അത് മെനക്കെട്ടിട്ട് കാര്യമില്ല. അത് ആ ശക്തി തന്നെ വിരക്തി ഉണ്ടാക്കണം. 31 വിഷയവാസനകളിൽ കുടുങ്ങിയ ചിത്തവൃത്തി ബാഹ്യലോകത്തെ യാഥാർത്ഥ്യമായി കരുതി ബഹിർമുഖന്മാരെ ഉപദേഷ്ടാവായി. ഇപ്പം വിഷയവാസനകളിൽ കുടുങ്ങിയ ചിത്തവൃത്തി ആർക്കാണ്? ഈ വിഷയവാസനകളിൽ ചിത്തവൃത്തി ഉള്ളത്? കുടുംബം പോറ്റി നടക്കുന്നവർക്ക്, കുടുംബത്തെ പറ്റി ചിന്തിക്കുന്നവർക്ക്.
കുടുംബത്തെ പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുടുംബം തന്നെ ഒരു വിഷയമാണ്. ഭാര്യ, മക്കൾ, ഇതെല്ലാം ഒരു വിഷയമാണ്. ഈ വിഷയങ്ങളെ പറ്റി ചിന്തിക്കുന്നവർക്ക് ബാഹ്യലോകം സത്യമാണെന്ന് കരുതും. അവർ ഈ കാണുന്ന ലോകമെല്ലാം സത്യമാണെന്ന് കരുതും. എന്നിട്ട് ബഹിർമുഖന്മാരെ ഉപദേഷ്ടാവായിട്ട് വെക്കും, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബഹിർമുഖന്മാര്, പുറത്ത് കാണുന്നതിലെല്ലാം വിശ്വസിച്ച് നടക്കുന്നവരെ ഗുരുനാഥന്മാരായിട്ട് വെക്കും. അങ്ങനെയുള്ള ഗുരുനാഥന്മാരാണ് എന്ത് ചെയ്യുന്നത്? ആത്മീയ ഗുരുക്കളാണ് എന്ത് പറയുന്നത്? പ്രഭാഷണത്തില് നമ്മൾ പണ്ട് എത്ര പാടുപെട്ട് പഠിച്ചതാണ്, എത്ര കഷ്ടപ്പെട്ട്, ഇന്ന് നമ്മളെ മക്കളെ എങ്ങനെയെല്ലാണ് അവർ നമ്മളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള കുറേ സാരോപദേശങ്ങളാണ്. അങ്ങനെയുള്ള ബഹിർമുഖന്മാരെ ഉപദേഷ്ടാവായി സ്വീകരിച്ചാൽ അവർ തന്നിൽ തന്നെ ശ്രീഹരിയെ കാണുന്നതുവരെ ഉള്ളിലെ ശ്രീഹരിയെ കാണുകയില്ല, അറിയുകയില്ല. അവർക്ക് ബ്രഹ്മസാക്ഷാത്കാരം ഈ ശ്രീഹരിയെ മനസ്സിലാണ്ടിക്ക് ആദ്യം തൻ്റെ ഉള്ളിലെ തന്നെ ശ്രീഹരിയെ കാണണം. ആ തൻ്റെ ഉള്ളിൽ തന്നെ ശ്രീഹരിയെ കാണാൻ പറ്റാത്തവർക്ക് ശ്രീഹരിയെ അറിയാൻ പറ്റില്ല. അല്ലാതെ ബാഹ്യത്തെല്ലാം തെരഞ്ഞു നടന്നിട്ട് വല്ല പുറത്തുള്ള സ്ഥലങ്ങളിൽ അവിടെ പോയാൽ അവിടെ ഈശ്വരൻ കിടക്കുന്നു, ഇവിടെ ഈശ്വരൻ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നവർ. ചിലവർ ഈശ്വരനെ ദർശിച്ചിട്ട് പലയിടത്തും പോകും. ഇവിടെ ഈശ്വരൻ എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. ശിവനും പാർവതിയൊന്നും അല്ല ഈശ്വരൻ. അത് ഇവിടെ തന്നെ പറഞ്ഞ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് ഈശ്വരനെ മനസ്സിലായിട്ടില്ല എന്ന് ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈശ്വരൻ എന്താണെന്ന് പോലും ആദ്യം മനസ്സിലായില്ല. അതെവിടെയാണ് കിടക്കുന്നത്? തൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. എന്നിട്ട് ബാഹ്യത്തില് ഈശ്വരനുണ്ട് എന്ന് ധരിക്കുന്ന ഉപദേശകരുമല്ലായിട്ട് അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. തന്നിൽ തന്നെ ഈശ്വരനെ കാണാൻ ശ്രമിക്കണം. വേദവാക്യസ്വരൂപമായ വേദവാക്യസ്വരൂപം, വേദത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈശ്വര നിർമ്മിതമായ വർണ്ണാശ്രമധർമ്മങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അവർ വേദവാക്യസ്വരൂപമായ ഈശ്വര നിർമ്മിതമായ, വേദങ്ങളില് എന്തു പറഞ്ഞിട്ടുണ്ട്? ഈശ്വരനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈശ്വര നിർമ്മിതമായ വർണ്ണാശ്രമധർമ്മങ്ങളിൽ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതെല്ലാമാണ് വേദങ്ങൾ. അതായത് ഭൗതിക ലോകം. ഭൗതിക ലോകത്തിൽ മനുഷ്യർ ജീവിക്കുന്ന ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെയാണ് മനുഷ്യർ മുന്നോട്ടേക്ക് പോകുന്നത്. കർമ്മങ്ങൾ ചെയ്യും, അതിൻ്റെ ഫലം അനുഭവിക്കും, പഠിക്കും, ഇതെല്ലാം ചെയ്തിട്ട്. അതെല്ലാം ആരുണ്ടാക്കിയതാണ്? ഈശ്വര നിർമ്മിതമായ. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? വേദത്തിൻ്റെ അടിസ്ഥാനം. വേദം ഒരു ശാസ്ത്രഗ്രന്ഥമാണ്. ഭൗതിക ലോകത്തിൽ പുരോഗതി നേടിയിട്ട് അങ്ങനെ ജീവിക്കേണ്ട കാര്യം തന്നെയാണ് ഭൂരിപക്ഷം വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ കുടുങ്ങിക്കിടക്കുന്നവർ അന്ധന്മാർ വഴി കാണിക്കുന്ന അന്ധന്മാരെ പോലെ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നു. അപ്പം വേദവും പഠിച്ചിട്ട്, വേദത്തിൽ എന്താണുള്ളത്? ശാസ്ത്രതത്വങ്ങളാണ്. റോക്കറ്റ് ഉണ്ടാക്കേണ്ടവരുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് ഈശ്വര നിർമ്മിതമായി, ഈശ്വരനാണ് നല്ലൊരു ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ധർമ്മ, അർത്ഥ, കാമമോക്ഷത്തിലൂടെയെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ പോകുന്നവര് അവർ യഥാർത്ഥത്തിൽ എന്താണ് വരുത്തുന്നത്? ആ ഒരു ചക്രത്തിൽ കിടന്നുകൊണ്ട്, അതാണ് സംസാര ചക്രം എന്ന് പറയുന്നത്. ആ ചക്രത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ട് അന്ധന്മാരെ വഴികാട്ടുന്നത് പോലെ ഈ ഗുരുക്കന്മാരെല്ലാം ഈ ചക്രത്തിൽ കിടന്നിട്ട് കളിക്കുന്നവരാണ്. അവർ വഴികാട്ടി കഴിഞ്ഞാൽ എവിടെ എത്താൻ പോകുന്നത്? എവിടെ ചെന്ന് ചാടൂ? അബദ്ധത്തിലെ ചെന്ന് ചാടുകയുള്ളൂ. എന്നിട്ട് ഈ 32 പറയുന്നത്, വിഷയാഭിമാനം വിട്ട് മഹാത്മാക്കളുടെ പാദങ്ങളെ പിന്തുടരുന്നതിൽ, പാദധൂമങ്ങളെ പിന്തുടരുന്നവർ. എന്നാൽ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം വിട്ട് വിരക്തി വന്ന് ഇതേപോലെ പോകുന്ന വല്ലവരും ഉണ്ടെങ്കിൽ അവരുടെ പിന്നാലെ പോയാൽ പോകാതിടത്തോളം കാലം
ഇവരുടെ ബുദ്ധി ശ്രീയുടെ പാദത്തെ സ്പർശിക്കുകയില്ല. അപ്പോൾ എന്ത് വേണം? ആദ്യം വിരക്തി വരണം, ഈ ലോകത്തിനോടെല്ലാം മടുപ്പ് തോന്നണം. എന്നിട്ട് ഇതേമാതിരി മടുപ്പ് തോന്നിയിട്ട് പോയ ആൾക്കാരുടെ പാദങ്ങളെ പിന്തുടരുന്നുകൊണ്ട് അവരെ ധൂമങ്ങളെ, അവർ നടന്ന പാദങ്ങളിലൂടെ നടക്കുമ്പോഴുള്ള ധൂമങ്ങളാൽ സ്നാനം ചെയ്തുകൊണ്ട് പിന്നാലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എത്തുകയുള്ളൂ. അങ്ങനെ പോകാത്തവർക്ക് എന്തില്ല? ശ്രീഹരിയുടെ പാദത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. ഇനി 33. ഇത് കേട്ട ഹിരണ്യകശിപു രോഷത്താൽ, ഇതെല്ലാം കേട്ടപ്പോൾ ഹിരണ്യകശിപുവിന് ആകെ ദേഷ്യം തോന്നി. അന്ധകാരത്തിൽ അകപ്പെട്ട ഉൾത്തടത്തോടുകൂടി, അങ്ങേർക്ക് ഉള്ളില് അന്ധകാരം നിറഞ്ഞ മാതിരി തോന്നി. എന്ത് ചെയ്യണമെന്നറിയാതെ മകനെ മടിയിൽ നിന്നും നിലത്ത് തള്ളിയിട്ട്, മടിയിൽ പിടിച്ചിരുത്തിയ മകനെ പിടിച്ച് തള്ളിയൊക്കെ ഇട്ട് അമർഷത്തോടും 34 ചുവന്ന കണ്ണുകളോടും കൂടിയവനായിട്ട് പറഞ്ഞു. അവന്റെ കണ്ണെല്ലാം കഴിഞ്ഞു പോകുന്നു. രാക്ഷസരെ, ഇവൻ വധത്തിനർഹനാണ്. ഇവനെ വെച്ചിരുന്നിട്ട് കാര്യമില്ല, ഇവനെ കൊന്നു കളയേണ്ടതാണ്. ഉടനെ ദൂരെ കൊണ്ടുപോയിട്ട് കൊല്ലുക. ഇവനെ ദൂരെ കൊണ്ടുപോയിട്ട് അങ്ങ് കൊന്നുകളാം. 35 ഇവൻ എൻ്റെ സഹോദരൻ്റെ ഹന്താവാണ്. എൻ്റെ സഹോദരൻ കൊന്നവനാണ് ഇവൻ. ഇവനല്ലല്ലോ കൊന്നത്, വിഷ്ണു അല്ല കൊന്നത്. ഇനി എന്താ ഇവൻ കൊന്നത്? ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ ഇവൻ ബ്രഹ്മമായി മാറുകയാണ്. പിന്നെ ഇവൻ തന്നെയല്ലോ ഉണ്ട്. പറയുന്ന വാക്കുകൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇവനാണ് കൊന്നത്. അപ്പം ഇവൻ എൻ്റെ സഹോദരനെ കൊന്നവനാണ്. അപ്പൊ ഇവനാ കൊന്നതെന്ന് പറഞ്ഞാൽ വിഷ്ണു ആണല്ലോ കൊന്നത്. അപ്പൊ ഇവൻ തന്നെയാണ് വിഷ്ണു. ഇവനും വിഷ്ണു ഒന്നായി തീർന്നു. ഇവൻ സൗഹൃദമുള്ള സ്വജനത്തെ വിട്ടിട്ട്, ഇവന്റെ കൂടപ്പിറപ്പുകളെല്ലാം വിട്ടിട്ട് ഇളയച്ഛനെ കൊന്ന വിഷ്ണുപാദത്തെ ആരാധിക്കുന്നു. അതിനാൽ ഇവൻ വിഷ്ണു തന്നെ. ഇവൻ വിഷ്ണുവിന്റെ പാദത്തെ പിന്തുടരുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവൻ എന്ത് തന്നെയാണ്? വിഷ്ണു തന്നെയാണ്. അതായത് അത് സത്യം തന്നെയാണ്. ഇവൻ ബ്രഹ്മമായി കഴിഞ്ഞു, അത് വിഷ്ണു തന്നെയായി കഴിഞ്ഞു. ഇനി 36 വിശ്വസിക്കാൻ പറ്റാത്ത വിധം ബുദ്ധി നശിച്ച ഇവൻ വിഷ്ണുവിന് പോലും എന്ത് നന്മ ചെയ്യാനാണ്? എന്നിട്ട് പിന്നെ ചോദിക്കുകയാണ്, ഇവനെ വിശ്വസിക്കാനൊന്നും പറ്റുന്ന വ്യക്തിയല്ല. ഇവനെ വിശ്വസിക്കാൻ പോലും പറ്റൂല. അങ്ങനെയുള്ള ഇവന് അവിടെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് വിഷ്ണുവിന് എന്ത് നല്ല ചെയ്യാനാണ്? 5 വയസ്സിൽ തന്നെ ഇവൻ മാതാപിതാക്കളുടെ സ്നേഹത്തെ വിട്ടുകളഞ്ഞു. ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളെ സ്നേഹത്തെ വിട്ടുകളഞ്ഞ് ഇവൻ പിന്നെ ഇനി വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് വിഷ്ണുവിന് ഇവനെ കൊണ്ടെന്ന് കിട്ടാനാണെന്ന്. അതായത് ഇവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്. എന്നിട്ട് 37 പറയുന്നു, അന്യനായാലും, ഒരാൾ അന്യനാണെങ്കിലും മരുന്ന് പോലെ ഹിതകാരിയെങ്കിൽ പുത്രനാണ്. ഒരാൾ അന്യനാണ്, പക്ഷേ നമുക്ക് ഹിതം ചെയ്യുകയാണെങ്കിൽ അവന് പുത്രന് സമാനമാണ്. ഏതുപോലെ? മരുന്ന് അന്യനാണ്, പക്ഷെ മരുന്നും തീയും നമ്മളെ രോഗം പറ്റും. അതുപോലെ ഹിതകാരി അല്ലെങ്കിൽ സ്വന്തം പുത്രനും വ്യാധി പോലെയാണ്. ഹിതകാരി അല്ലെങ്കിൽ സ്വന്തം പുത്രനും വ്യാധി പോലെയാണ്. ഏതൊന്ന് ശരീരത്തിന് ദോഷമായി തീരുന്നുവോ ആ അവയവം ഛേദിച്ച് കളയണം. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒന്ന് ദോഷമായി തീരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അവയവം ദോഷമായി തീരുന്നുണ്ടെങ്കിൽ അതങ്ങ് വെട്ടിക്കളയണം. അങ്ങനെ ചെയ്താൽ ബാക്കി ശേഷിക്കുന്ന അവയവങ്ങൾ എന്താവും? നശിക്കാതെ ഇരിക്കും. അതുകൊണ്ട് ഇവനെ വെട്ടിക്കളയുക. 38 ഇഷ്ടപ്പെട്ട വേഷം ധരിച്ചവൻ മലിനമായ ഇന്ദ്രിയമുള്ള മുനിയെ പോലെയാണ്. ഇഷ്ടപ്പെട്ട വസ്ത്രമെല്ലാം ഇവൻ ധരിച്ച്, ഇവനെ നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ടാണല്ലോ കൊണ്ടുവന്നത്, രാജാവിൻ്റെ മകനെ പോലെ. ഇവനെ ഏതുപോലെയാണ്? മലിനമായ ഇന്ദ്രിയമുള്ള മുനിയെ പോലെയാണ്.
ഒരു മുനിക്ക് അവൻ്റെ ഇന്ദ്രിയങ്ങൾ മോശമായി പോയാൽ അവൻ്റെ കാര്യം പോക്കാണ്. മുനി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്. ദുഷിച്ച ഇന്ദ്രിയമായി പോയാലോ അവനെന്തായിത്തീരും? അവന് മുനിക്ക് ശത്രുവായിത്തീരും. അതുപോലെ ഇവൻ എൻ്റെ ശത്രുവാണ്. പിന്നെ അതുകൊണ്ട് എന്ത് വേണം? ഉണ്ണുക, ഉറങ്ങുക, ഇരിക്കുക എന്നീ അവസ്ഥയാലോ മറ്റേതെങ്കിലും അവസ്ഥയാലോ എങ്ങനെയായാലും അവനെ വധിക്കപ്പെടാവുന്നതാണ്. ഉറങ്ങുമ്പം മടിക്ക് ഉറങ്ങുമ്പം കൊല്ലാം, ചോറ് കഴിക്കുമ്പം മടിക്ക് വിഷം കൊടുത്തിട്ടോ എങ്ങനെയോ ഉറങ്ങുമ്പോഴോ ഇരിക്കുമ്പോഴോ ഉണ്ണുമ്പോഴോ ഏതവസ്ഥയിലാണെങ്കിൽ ആ അവസ്ഥയിൽ അങ്ങ് വധിക്കപ്പെടാവുന്നതാണ്. നിങ്ങൾക്കുണ്ടെങ്കിൽ വധിക്കാം. ഏത് കാലവും വെടിക്ക് വിഷം കൊടുക്കുകയോ എന്തോ ചെയ്തോ. 39-40 കൊടിയ തേറ്റകളാലും ഭീകരമുഖങ്ങളാലും ചെമ്പിച്ച താടി മീശയോട് കൂടിയവരും കയ്യിൽ ശൂലമേന്തിയവരുമായ ആ അസുരന്മാർ, ഇതെല്ലാം കേട്ട ആ അസുരന്മാര് രാജാവിൻ്റെ ആജ്ഞ കേട്ടപാടെ ആർത്തട്ടഹസിക്കാൻ, അറക്കുക, മുറിക്കുക എന്നെല്ലാം അട്ടഹസിച്ചുകൊണ്ട് പ്രഹ്ലാദൻ്റെ എല്ലാ മർമ്മസ്ഥാനങ്ങളിലും പ്രഹരിച്ചു. അവനെ അടിക്ക് കൊല്ല് എന്നെല്ലാം പറയുന്നില്ല നമ്മൾ, അതുപോലെ അവനെ പ്രഹരിച്ചു. അടിക്കട ഇടിക്കട എന്നെല്ലാം പറയുന്ന മാതിരി അവർ കയറിയിട്ട് അവൻ്റെ മേലെ എല്ലാ പ്രയോഗങ്ങളും നടത്തി. 41 നിർവികാരാത്മാവായ ആത്മാവോടുകൂടി മനസ്സിനും വാക്കിനും വിഷഭവിക്കാതെ ഒന്നും പറഞ്ഞില്ല. അവന് നിർവികാരനാണ്. അത് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടതാണ്. ഒരാൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് എല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോൾ ഭ്രാന്തനെ പോലെ പോവുകയാണ്. മറ്റുള്ളവരും മലമെല്ലാം വാരിയിട്ട് ശരീരത്തിൽ എറിഞ്ഞാലും അവനതൊന്നും പ്രശ്നമല്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകും. കാരണം അവൻ ശരീരം ത്യജിച്ചവനാണ്. ആ ലക്ഷണമാണ് ഇവിടെ പറയുന്നത്. അവനെന്തല്ലോ ചെയ്തു അവൻ്റെ ശരീരത്തിൽ, പക്ഷെ അവന് നിർവികാരമായിട്ടിരിക്കുകയാണ്. അവൻ ശരീരം ത്യജിച്ചവനാണ്. അന്ന് ശരീരത്തെ ഏൽക്കാൻ പോകുന്നില്ല. മനസ്സിനും വാക്കിനും വിഷയീഭവിക്കുന്നില്ല. മനസ്സിലതിനെ ചിന്തിക്കുന്ന പോലുമില്ല. അവനങ്ങനെ ഭ്രാന്തന്റെ പോലെ ഇരിക്കും. ഈശ്വരനിൽ തന്നെ ചിത്തം ഉറപ്പിച്ച് പ്രഹ്ലാദനിൽ അവർക്ക് ഒന്നും തന്നെ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിഷ്പ്രഭമായി. അവനൊരു കൂട്ടമില്ലാതെ അങ്ങനെ എങ്ങിയിരുന്നു. കാരണം അവൻ ബ്രഹ്മമാണ്. അവൻ്റെ മനസ്സ് ബ്രഹ്മമായി കഴിഞ്ഞു. പിന്നെ ഈ ശരീരത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലെന്ത്? അതൊന്നും അവന് യേശുവില്ല. ഒരു ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവൻ്റെ സ്റ്റേജ് ഇതാണ്. വേറൊരുത്തിയിലാണ് പറഞ്ഞത്, മലയെല്ലാം വാങ്ങിയിട്ട് അവൻ്റെ പേരിൽ എഴുതി. അതേതിലാണ്? മറ്റേ വേറൊരുത്തി. അതാണ് അവസ്ഥ. അവർക്ക് ആ ശരീരം ത്യജിച്ചവരാണ്. അവർ ശരീരത്തെ പറ്റിയില്ല. അവർ ആത്മാവ് ബ്രഹ്മത്തിൽ ലയിച്ചുകൊണ്ട് ആ അവസ്ഥയിൽ നടക്കുന്നവരാണ്. 42 ആ യജ്ഞം വിഫലമായപ്പോൾ ആശങ്കയോടെ ആ അസുര രാജാവ് അവനെ കൊല്ലുവാൻ മറ്റുപായങ്ങൾ ചെയ്തു തുടങ്ങി. മറ്റുള്ള ഉപായങ്ങൾ ഇതൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ വേറെ ഉപായങ്ങൾ ചെയ്തു തുടങ്ങി. 43 മുതൽ 44 വരെ വിഷപ്പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക, ദുർഭൂതങ്ങളെ കൊണ്ട് ഉയരത്തു നിന്നും ഉരുട്ടി താഴേക്കിടുക, മായാവിദ്യയാൽ കുഴികളിൽ കൊണ്ടിടുക, വിഷം കൊടുത്ത് പട്ടിണി കിട്ടും കൊല്ലാൻ നോക്കി, മഞ്ഞ്, കാറ്റ്, തീ എന്നിവ കൊണ്ടും മലമുകളിൽ നിന്ന് കയറി എറിഞ്ഞിട്ടും കൊല്ലുവാൻ ഹിരണ്യകശിപു അശക്തനായപ്പോൾ, അങ്ങനെയെല്ലാം ശ്രമിച്ചിട്ടും കൊല്ലാൻ അങ്ങേർക്ക് പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം ദീർഘമായ ചിന്തയിൽ മുഴുകി. ഇവനെ കൊണ്ട് ഇവരെന്ത് ചെയ്തിട്ട് ഇവൻ ചാകുന്നില്ല. അയാളപ്പോൾ സ്വന്തം ചിന്തയിൽ ചിന്തിക്കുകയാണ്, ഞാൻ പല ചീത്ത വാക്കുകൾ പറഞ്ഞു, വധത്തിനുള്ള വിവിധ ഉപായങ്ങൾ ഞാൻ പ്രയോഗിച്ചു, പക്ഷേ അവൻ തൻ്റേതായ പ്രഭാവം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. അവൻ്റേതായ പ്രഭാവം കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. 46 ബാലനായവൻ മനക്കരുത്തുകൊണ്ടും കഴിവുള്ളവനുമായ ഇവൻ. മനക്കരുത്തുണ്ട്, ഇവന് കഴിവുണ്ട്. ശുനശേവനെ പോലെ. ശുനശേവന്റെ ഒരു കഥയുണ്ട്. ആ കഥ ഇവിടെ പറയുന്നില്ല, വിട്ടേക്കാം. ഒരു ഉദാഹരണം പറഞ്ഞിട്ടാണ് അത് ആ കഥ അവിടെ പറയുന്നിടത്ത്. എൻ്റെ ദുർപ്രവൃത്തി മറക്കില്ല.
അപ്പം അച്ഛൻ ശുനശേവന് ദോഷം ചെയ്തപ്പോൾ തിരിച്ച് ചെയ്ത മാതിരി ഇവനും എന്ത് ചെയ്യും? നാളെ എന്നെ ഓർത്തിട്ട്, ഞാൻ ഇന്നെല്ലാം ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് ഇവൻ നാളെ എനിക്കെന്തായി തീരും? പാരയായി തീരുന്നു. ഇയാൾ പേടിക്കാൻ തുടങ്ങി എന്നാണ് ഇതിൻ്റെ അർത്ഥം. 47. ഇവൻ അളവറ്റ മാഹാത്മ്യത്തോടു കൂടിയവനും ഒന്നിലും ഭയമില്ലാത്തവനും മരണമില്ലാത്തവനുമാകുന്നു. തീർച്ചയായും ഇവൻ മൂലം എനിക്ക് മരണം സംഭവിക്കും. അപ്പം പിന്നെ ഇവൻ മൂലം എനിക്ക് മരണം സംഭവിക്കുന്ന അയാൾ തീരുമാനിച്ചു. 48. ഇത്തരം ചിന്തിയാൽ അദ്ദേഹത്തിന് എന്താണ്? കാന്തി മങ്ങി മുഖം കുനിച്ചുകൊണ്ട് അദ്ദേഹം മുഖമെല്ലാം കുനിച്ച് സ്ഥിതി ചെയ്തു. ഈ അവസ്ഥയിൽ ശുക്രാചാര്യന്മാരുടെ പുത്രന്മാർ കണ്ടപ്പോൾ അവർ അദ്ദേഹത്തോട് പറഞ്ഞു. അവരാരാവെല്ലാം തോന്നിയിട്ട് ഇങ്ങനെ തലയും താത്തി നിൽക്കുന്ന കണ്ടപ്പോൾ ശുക്രാചാര്യരുടെ പുത്രന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ഏകനായിട്ട് തന്നെ സകല ലോകങ്ങളെയും ജയിച്ചവനാണ്. 49. അങ്ങ് ഒറ്റയ്ക്ക് എല്ലാ ലോകത്തെയും ജയിച്ചവനാണ്. അങ്ങ് ഇതോർത്ത് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങ് ഈ ലോകം മുഴുവൻ ജയിച്ചവനാണ്, ഏറ്റവും മുകളിലുള്ള വ്യക്തിയാണ്. അങ്ങനെത്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? കുട്ടികളുടെ കുസൃതിത്തരമായിട്ട് ഇതിനെ കണ്ടാൽ മതി. അവരുടെ ഗുണദോഷങ്ങൾക്ക് അടിസ്ഥാനമാകാറില്ല. കുട്ടികളുടെ കുട്ടിത്തരങ്ങൾ, കുസൃതിത്തരങ്ങൾ, കുട്ടികൾ ചെറുതിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ഭാവിയിൽ അവരുടെ ഗുണദോഷങ്ങൾക്ക് അടിസ്ഥാനമാകാറില്ല. കുട്ടികൾ ചെറുതിൽ എന്തല്ലോ കാണിക്കും, വലുതായാൽ ആ സ്വഭാവം അവരിലുണ്ടാവുമോ? ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് കുട്ടിക്കളിയായിട്ട് അങ്ങ് കണ്ടാൽ മതി. അങ്ങ് ലോകം മുഴുവൻ കീഴടക്കിയ വ്യക്തിയാണ്. എങ്കിലും ഇവനെ 50 ഏറ്റവും മൂത്ത ഗുരുവായ ശുക്രാചാര്യർ വരുന്നതോ വരെ, ഇവരെല്ലാം ശുക്രാചാര്യന്മാരുടെ മക്കളല്ലേ, അപ്പൊ അച്ഛൻ വരുന്നത് വരെ, അച്ഛനാണല്ലോ ശരിയായ ഗുരു. ശുക്രാചാര്യൻ വേണ്ടയോ പോയിരിക്കുകയാണ്. വരുവോളം വരുണപാശത്താൽ ബന്ധിക്കുക. വരുണപാശം എന്ന് പറയുമ്പോൾ ഓർബിറ്റ് എന്ന് വരും. ഈ ഓർബിറ്റിലാണ് ഭൂമിയെ എടുത്ത് വെച്ചത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ സയൻസിലേക്ക് ക്രമത്തിൽ ഇതുവരെ ആത്മീയതയുടെ ലക്ഷണമാണ് പറയുന്നത്. ഒരാൾ ആത്മീയതയിലേക്ക് തിരിയുന്ന ലക്ഷണം പറയുകയാണ് ഈ ഉദാഹരണ സഹിതം. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. വരുണപാശത്താൽ ബന്ധിക്കുക. അപ്പോൾ ഈ വരുണപാശത്താൽ സൂര്യൻ്റെ ഓർബിറ്റിലാണ് ഭൂമിയെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇവൻ ഓടിപ്പോകാതിരിക്കുന്നതിന് സംവിധാനം ചെയ്യണം. ആ ഓർബിറ്റിലാകുമ്പം ഇവൻ ഓടിക്കളയില്ല. ഓർബിറ്റിൽ വെച്ചാൽ അവിടുന്ന് ഓടിക്കളയില്ല. ഒരു ഗ്രഹം സൂര്യൻ്റെ ഓർബിറ്റിലാണ് ഉള്ളതെങ്കിൽ അവിടെ അത് വേറെ ഇടത്തേക്ക് ഓടില്ല. അല്ലെങ്കിൽ അതിങ്ങനെ ഓടി നടക്കും. അതുകൊണ്ടാണ് വിഷ്ണു എടുത്ത ആ ഓർബിറ്റിൽ വെച്ച് അതുവരെ ഇവനെ ഓടിപ്പോകാതിരിക്കത്തക്കവണ്ണം സംവിധാനം ചെയ്യുക. ആ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരുവന്റെ ബുദ്ധി പ്രായം കൊണ്ടും, അപ്പം പ്രായം എത്തുമ്പോൾ ഇവന്റെ ബുദ്ധി പ്രായം കൂടുന്തോറും തെളിഞ്ഞു വന്നോളും. വിശിഷ്ട ഗുരുജനങ്ങളുടെ സേവനം കൊണ്ടും, വിശിഷ്ടമായ ഗുരുജനം ആരാണ്? ശുക്രാചാര്യരും വരുമല്ലോ, നന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം മറ്റേ ശുക്രാചാര്യർ വന്നു, നമ്മളെ കൊണ്ട് പറ്റിയില്ല. ശുക്രാചാര്യ അച്ഛൻ പരട്ടെന്ന് 51 ഗുരുപുത്രന്മാരുടെ വാക്ക് കേട്ട് അത് സമ്മതിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു: ഗൃഹസ്ഥന്മാരായ രാജാക്കന്മാർക്കുള്ള ധർമ്മങ്ങൾ മാത്രം ഇവന് ഉപദേശിച്ചാൽ മതി. ഗൃഹസ്ഥന്മാരായ രാജാക്കന്മാർക്കുള്ള ധർമ്മം മാത്രം ഇവനെ ഉപേക്ഷിച്ചാൽ മതി. ഗൃഹസ്ഥന്മാർക്ക് എന്താണ്? സന്യാസമൊന്നും അല്ലല്ലോ. ഗൃഹസ്ഥന്മാർ കഴിയുമ്പോൾ ഗൃഹസ്ഥന്മാർ വരെയുള്ളത് പഠിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അതിന് ശേഷമുള്ള വാനപ്രസ്ഥവും സന്യാസമൊന്നും ഇവനെ പഠിപ്പിച്ചേക്കരുത്. അതുവരെ നിങ്ങൾ ഇവനെ ഗൃഹസ്ഥന്മാർ കുടുംബജീവിതത്തിൽ എന്തെല്ലാമാണോ കാര്യം ആ കാര്യം പഠിപ്പിക്കുക, ഭൗതിക കാര്യം പഠിപ്പിക്കുക. അല്ലാതെ ആത്മീയത്തിലേക്കൊന്നും കയറി പോയി കളയരുത്. അപ്പൊ ഏതെല്ലാണ് 52 ധർമ്മം, അർത്ഥം, കാമത്തെ അനുക്രമമായി ശീലിപ്പിക്കുക, പറഞ്ഞ് പഠിപ്പിക്കുക. ക്രമത്തിൽ ധർമ്മവും അർത്ഥവും കാമവും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ധർമ്മം, അർത്ഥം, കാമം മാത്രം
അവർ ക്രമത്തില് സുശീലനും അതിവിനീതനുമായ അവന് ചൊല്ലിക്കൊടുത്തു. ഇനി 53 ആചാര്യന്മാർ ഉപദേശിച്ച പുരുഷാർത്ഥത്തെയും രാഗദോഷാദി ദ്വന്ദ്ഭാവത്തെയും അത്തരം കാര്യങ്ങളിൽ സംതൃപ്തി അടയുന്ന അവർ നൽകിയ ശിക്ഷണത്തെ അവൻ നല്ലതെന്ന് കരുതിയില്ല. അപ്പൊ ആചാര്യന്മാർക്ക് ധർമ്മമാർത്ഥം കാമത്തിലാണ് താല്പര്യം. അതും രാഗദോഷാദി ചിന്തകളിലുള്ളവരാണ് ഈ ഗുരുക്കന്മാർ. രാഗമുണ്ട്, ദേഷ്യമുണ്ട്. ദേഷ്യമുള്ളതുകൊണ്ടല്ല ഇതെല്ലാം ചെയ്തത്. പിന്നെ ദ്വന്ദ്ഭാവമുണ്ട്. എല്ലാം ദ്വയമായിട്ടെല്ലാം കാണുന്നതെല്ലാം പലതായിട്ട് കാണുകയാണ്. തെങ്ങ് മാവ് നല്ല വ്യത്യസ്തമായി കാണുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, എല്ലാം ബ്രഹ്മമാണ്, ഏകഭാവമല്ല. അപ്പം അങ്ങനെയുള്ള ഈ ഗുരുക്കന്മാർ പഠിപ്പിച്ച ഈ ശിക്ഷണത്തെ അവൻ നല്ലതെന്ന് കരുതിയില്ല. അവനത് നല്ലതായിട്ടൊന്നും തോന്നിയില്ല. അവനതിൽ താല്പര്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. 54 ആചാര്യൻ, അതായത് ശുക്രാചാര്യർ അപ്പോൾ എവിടെയായിരുന്നു? ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളാൽ അകലെ ആയിരിക്കുകയായിരുന്നു. ശുക്രാചാര്യര് ഗൃഹസ്ഥാശ്രമ കുടുംബകാരിയെല്ലാം നോക്കി നടക്കുന്ന കാര്യമാണ്, വ്യക്തിയാണ്. കാരണം ഭൗതിക ലോകത്തിലെ ഗുരുവാണ്. അപ്പം അദ്ദേഹം വേറെ എവിടെയോ ആയിരുന്നു, കുടുംബകാരിയായിട്ട് ബന്ധപ്പെട്ട എവിടെയല്ലോ ആയിരുന്നു. അപ്പോൾ അവരും ഗുരുക്കന്മാരും ശുക്രാചാര്യർ, ആചാര്യന്മാരെന്ന് പറയുമ്പോൾ ശുക്രാചാര്യര്. അതേപോലെ തന്നെ ഈ ശിഷ്യന്മാരും എന്തായിരിക്കും? ശുക്രാചാര്യരുടെ മക്കളും എന്തായിരിക്കും? രണ്ടുപേരും ഗൃഹസ്ഥാശ്രമികളാണ്. അവരും കുടുംബകാര്യത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ദൂരെ പോകുമ്പോൾ മറ്റു കുട്ടികൾ എന്ത് ചെയ്യും? അവനെ അരികിൽ വിളിക്കും, അല്ലെ അവനുമായിട്ട് ഇവര് കൂട്ടുപോകും. അവിടെയുള്ള മറ്റു കുട്ടികൾക്കെല്ലാം ഇവന് വലിയ കാര്യമാണ്. അതുകൊണ്ട് അവരിവനുമായിട്ട് അടുത്തുകൂടി. 56 അപ്പോൾ ആ കുട്ടികൾ അവനോടുള്ള ആദരവോടുകൂടി, അവനോട് വലിയ ആദരവുണ്ടായി. അവനുമായിട്ട് കൂട്ടുകൂടിയപ്പോൾ, മറ്റുള്ള കുട്ടികൾ കൂട്ടുകൂടിയപ്പോൾ ഭയങ്കര ആദരവ് തോന്നി. അവർക്കെല്ലാം ഇവനോട് വലിയ ആദരവ്. എന്നിട്ട് അവർ എന്ത് ചെയ്തു? കളിപ്പാട്ടങ്ങളെല്ലാം അവരും എടുത്ത് ഉപേക്ഷിച്ചു. എന്നിട്ട് കളിപ്പാട്ടം മാത്രം ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, അവരുടെ ഗുരുനാഥന്മാർ പഠിപ്പിച്ച ഉപദേശിക്കപ്പെട്ട രാഗദോഷ ആസക്തിയോട് കൂടുക വാക്കുകളെയും പ്രവൃത്തികളെയും ചിത്തത്തിൽ നിന്ന് എടുത്തു ദൂരെ കളഞ്ഞു. അപ്പൊ അവരും ഈ ഗുരുക്കന്മാര് പഠിപ്പിച്ച രാഗം, ദ്വേഷം, ആസക്തി, ഈ ഭൗതിക വസ്തുക്കളോടുള്ള, അതായത് ഭൗതിക ജ്ഞാനം, അവർ പഠിപ്പിച്ച ഭൗതിക ജ്ഞാനം, അത്തരം വാക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളെല്ലാം അവരും അവരെ മനസ്സിൽ നിന്നെടുത്തങ്ങ് കളഞ്ഞു. അവർ ഇവന്റെ വഴിയിലേക്ക് പോകാൻ തുടങ്ങി. 57 ആ പ്രഹ്ലാദനിൽ തന്നെ കണ്ണും കരളും അർപ്പിച്ചു. എന്നിട്ട് അവർ പിന്നെ അവരുടെ മനസ്സ് മുഴുവൻ ഈ ഗുരുവിന്റെ കണ്ണും കരളും എല്ലാം ഈ പ്രഹ്ലാദനിൽ തന്നെ കണ്ണും കരളും അർപ്പിച്ച് കുട്ടികൾ ചുറ്റും ഇരിക്കാൻ തുടങ്ങി. ഇവനിൽ തന്നെ അർപ്പിച്ചുകൊണ്ട്, മനസ്സർപ്പിച്ചുകൊണ്ട് കുട്ടികൾ അവന്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. കരുണാമയനും മിത്രസ്നേഹമുള്ളവനും മഹാനും ഭഗവത് ഭക്തനുമായ പ്രഹ്ലാദൻ അവരോട് പറഞ്ഞു. അപ്പം ചുറ്റും അവരിയ്ക്കുമ്പോൾ പ്രഹ്ലാദൻ അവരോട് ഉപദേശിക്കുകയാണ്. അത് അടുത്ത അധ്യായത്തിൽ.